ഈ തരംഗം എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്കിന് ഏതർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. CPM വിരുദ്ധ തരംഗം ഉണ്ടായി. UDF തരംഗമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം UDFൻ്റെ ഏത് നയത്തിൻ്റെ പേരിൽ തരംഗം ഉണ്ടായത്? മുസ്ലിം കൺസോളിഡേഷൻ ഇത്തവണ എങ്ങോട്ടാണ് എന്നാണ് BJP വിലയിരുത്തുന്നത്? മുസ്ലിം കൺസോളിഡേഷൻ BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലം. പ്രതിപക്ഷത്ത് CPM ഇരുന്ന കാലത്തല്ലേ ബാർക്കോടയിൽ ധാരണയുണ്ടായത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി ഉച്ചയാകുമ്പോൾ അവസാനിപ്പിച്ചത് അടിസ്ഥാനത്തിലെ രണ്ടാമത്തെ ദിവസം. ഞങ്ങൾ സഭയ്ക്കകത്തില്ലാതെ തന്നെ ഞങ്ങളത് ചെയ്തതാണ് 11-16 കാലഘട്ടം. ഇപ്പം ഞങ്ങൾ സഭയ്ക്കകത്തുകൂടി ഉണ്ടാവും. TK ഗോവിന്ദൻ നോമിനേഷൻ കൊടുക്കാൻ പോയത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ആ പാർട്ടിക്ക് ഓടൊപ്പമല്ല എന്നല്ലേ മനസ്സുകൊണ്ട്. അതുകൊണ്ട് കണ്ണൂർ തകർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ CPM നിലനിൽക്കുമോ ഇല്ലയോ, അതോ ബംഗാളിലേക്ക് അവസ്ഥയിലേക്ക് പോകുമോ? അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തെ ഒരു വലിയ ശൂന്യതയാണ് വരാൻ പോകുന്നത്. ആ ശൂന്യത പക്ഷേ ഞങ്ങൾ നികത്താൻ ശ്രമിക്കും. നമസ്കാരം, വാക്കുമുറവാക്കിലേക്ക് സ്വാഗതം. സംസ്ഥാനത്താകെ തരംഗമായി മാറിയ UDF കൊടുങ്കാറ്റിൽ അടിപതറാതെ ഇളകാതെ നിന്ന 3 പേർ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, ചാത്തന്നൂരിൽ BB ഗോപകുമാർ. സത്യത്തിൽ ഇവരാണ് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ പോരാളികൾ. പടപൊരുതി നേടിയ ആ വിജയം കേരള നിയമസഭയിൽ NDAയുടെ ചരിത്ര നേട്ടമായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നിയുക്ത MLA ശ്രീ V മുരളീധരൻ. സ്വാഗതം. നമസ്കാരം. അവസാന ശ്വാസം വരെയും പൊരുതി നേടിയ വിജയം 3 പേർക്കും. 5 വർഷത്തെ കാത്തിരിപ്പാണ് പൂട്ടിയ അക്കൗണ്ട് കേരള നിയമസഭയിൽ തുറക്കുക എന്നത്. അതിനപ്പുറത്തേക്ക് V മുരളീധരൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. കേരള നിയമസഭയിൽ BJP എങ്ങനെയാകുമെന്നത് എല്ലാവരും കാത്തിരിക്കുന്നു. മറ്റൊരു തലത്തിലേക്കാണ് ഇനി നിങ്ങളുടെ പ്രകടനവും സമര പ്രതിഷേധ രീതികളും. എങ്ങനെയാകും കേരള നിയമസഭയിലെ BJP? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ വിശാലമായിട്ടുള്ള താല്പര്യങ്ങൾ, രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങൾ, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും സജീവമായിട്ട് പ്രവർത്തിക്കും. നിയമസഭയിലെ BJP എന്ന് പറയുമ്പോൾ സാധാരണ 2016 O രാജഗോപാൽ നേടിയ വിജയം അതിപ്പോഴും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ BJPയെ ചലിപ്പിക്കാൻ കഴിവുള്ള നേതാക്കന്മാർ എന്ന രീതിയിലാണ് V മുരളീധരനായാലും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ആയാലും സംസ്ഥാന രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവരെ ഒരു കൃത്യമായി തന്നെ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഇവരെങ്ങനെയാവും നിയമസഭയിൽ ഇവരുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ വളരെ ഗൗരവത്തോടെയാണ് സംസ്ഥാന രാഷ്ട്രീയം വീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു MLAമാർ വരുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ നിയമസഭയിലെ പ്രകടനം, കാരണം അതാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഒരു പ്രോഗ്രസീവിലേക്ക് അല്ലെങ്കിൽ BJPയുടെ ഒരു തേരോട്ടത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ടേണിംഗ് പോയിന്റിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അതായത് 2016 രാജഗോപാൽജി നേടിയ വിജയം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചു അനുഭവം. രാജഗോപാൽജി ആ അനുഭവമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹം BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു കുറച്ചു കാലം. പക്ഷേ അദ്ദേഹത്തിനൊരു പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒറ്റ അംഗമായിരുന്നു. കാരണം സഭയിൽ സംസാരിക്കാനുള്ള സമയം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഉള്ള പരിമിതികളുണ്ട്. ഈ തവണ ആ പരിമിതി മറികടന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ 3 പേര് വന്നിരിക്കുന്നത്. അപ്പോൾ 3 പേര് വരുമ്പോൾ സ്വാഭാവികമായും സഭയിൽ തീരെ ചെറുതല്ല, എന്നാൽ വലിയ കക്ഷി എന്നുള്ള നിലയിലുള്ള അംഗീകാരമില്ല. എങ്കിലും ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാടുകളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി വ്യത്യസ്തമായിരിക്കും. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ സഭയിലില്ലാതിരുന്ന സമയത്തും ഞങ്ങളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടിപ്പിച്ചത് സഭയ്ക്ക് പുറത്ത് പ്രകടിപ്പിച്ചത് ഇനി മുതൽ സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തും പ്രകടിപ്പിക്കും. അപ്പോൾ കൃത്യമായി നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് നിയമസഭയിലേക്ക് കാലുകുത്താൻ പോകുന്നത്. അതാണ് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. 6 വർഷത്തെ പാർലമെൻ്ററി പരിചയമുണ്ട് എനിക്ക്. 5 വർഷക്കാലം പാർലമെൻ്ററി കാര്യവകുപ്പിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ള രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷമില്ലാതിരുന്ന സഭയിൽ സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ
താല്പര്യങ്ങളും സർക്കാരിൻ്റെ നിയമനിർമ്മാണവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ അനുഭവം, ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഈ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് 3 MLA-മാർ കിട്ടി. പക്ഷെ നിങ്ങൾ കണക്ക് കൂട്ടിയ രീതിയിലല്ല. നിങ്ങൾ പുറമേ BJP പറഞ്ഞത് 2 അക്കമൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതൊരു ആവേശത്തിലും അണികളെ ആവേശം കൊള്ളിക്കാനൊക്കെ 2 അക്കമൊക്കെ പറഞ്ഞതാകാം. കുറച്ച് അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു കണക്കിന് എത്തിച്ചേരാൻ കഴിഞ്ഞു? അതൊക്കെ പാർട്ടി നടത്തേണ്ട ഒരു വിലയിരുത്തലാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പാർട്ടി ഇത് സംബന്ധിച്ചിട്ട് കൂട്ടായിട്ട് നടത്തിയ ചർച്ചകൾ നടത്തിയതിന് ശേഷം പാർട്ടി അത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തും. എത്ര വാസ്തവത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, ആ പ്രതീക്ഷിച്ചതിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോയോ, പ്രതീക്ഷിക്കാത്തത് വല്ലതും ഉണ്ടായോ, എന്തൊക്കെ ഘടകങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്, അതൊക്കെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം പറയേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾ 3 പേർക്കും ഒപ്പം നമ്മൾ പ്രതീക്ഷിച്ചതാണ് പാലക്കാട് മഞ്ചേശ്വരമൊക്കെ. അവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു അടിയൊഴുക്ക് അവിടെ ഉണ്ടായത് പ്രാഥമിക ഘട്ടത്തിൽ കരുതുന്നുണ്ടോ? അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ നോക്കേണ്ടി വരും. അത് വാസ്തവത്തിൽ പ്രതീക്ഷിച്ചത് എത്രയാണ്, അത് ഏത് അടിസ്ഥാനത്തിലാണ് ആ പ്രതീക്ഷ ഉണ്ടായത്, അത് അങ്ങനത്തെ വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പാർട്ടി സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു യോഗം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നടക്കുമായിരിക്കും. ഈ 3 MLA-മാർ കേരള നിയമസഭയിൽ BJP-യുടെ ഈ തരംഗത്തിനിടയിൽ വന്നു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. അതൊരിക്കലും തള്ളിക്കളയാനാകില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒരു വോട്ട് വിഹിതം, വോട്ട് ഷെയറൊക്കെ കുറഞ്ഞു. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വലിയ രീതിയിലൊരു ചോർച്ച ഉണ്ടായിരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ തരംഗം എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്കിന് ഏതർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. കാരണം തരംഗം എന്ന് പറയുന്നത് CPM വിരുദ്ധ തരംഗം ഉണ്ടായി. UDF തരംഗമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം UDF-ൻ്റെ ഏത് നയത്തിൻ്റെ പേരിൽ തരംഗം ഉണ്ടായത്? അങ്ങനൊരു UDF ഇന്ന പോളിസീസൊക്കെ അവതരിപ്പിച്ചു, അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും പറയാൻ പറ്റില്ല. അവരിതുവരെ ഒരൊറ്റൊരാൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇന്ന കാരണങ്ങളുടെ പേരിലാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. 10 കൊല്ലം മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മാതൃക കണ്ടിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട്? UDF കേരളത്തിൽ ഭരിച്ച കാലത്തുള്ള ഒരു കാര്യവും ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല. കേന്ദ്രത്തിൽ UPA ഭരിച്ച അവസാനത്തെ 10 കൊല്ലവും UDF-ന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി എത്തിച്ചു. ജനങ്ങൾ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ ഈ മണ്ഡലങ്ങൾ ഒരു കാലത്തും ഇളകാത്ത കോട്ടകളായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ആ കോട്ടകൾ ചെറിയ ഭൂരിപക്ഷത്തിനല്ലല്ലോ. പയ്യന്നൂർ, തളിപ്പറമ്പിൽ കിട്ടിയിരിക്കുന്ന 19,000 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 20,000 വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഭൂരിപക്ഷമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സംശയമുള്ള ആൾക്കാരെ കൊണ്ട്. പക്ഷേ ആരെയാണോ കൂടെ വിട്ടത് അവർ പോലും അപ്പുറത്തെ സൈഡിലുള്ള ആളായിരുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുടെ അടിസ്ഥാനം കണ്ണൂർ ജില്ലയായിരുന്നു. ആ കണ്ണൂർ ജില്ല തകർന്നു. കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ആ ഒരു സാഹചര്യം UDF-ന് അനുകൂലമായി. ഞങ്ങൾക്ക് അനുകൂലമായത് എവിടെയൊക്കെയാണ്? ഞങ്ങൾ 2ാം സ്ഥാനത്ത് ഉള്ള, ഞങ്ങൾ സജീവമായിട്ട് മണ്ഡലത്തിലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു. കാരണം ജനങ്ങൾ കാണുന്നത്, കഴക്കൂട്ടത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജനങ്ങൾ CPM-ന് എതിരായിട്ടുള്ള ശക്തിയായിട്ട് ജനങ്ങൾ കാണുന്നത് ആരെയാണ്? BJP-യാണ്. ജനങ്ങൾ കോൺഗ്രസിനെ അല്ല കാണുന്നത്. ഇവിടെ UDF-നെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം UDF ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ഏത് വിഷയത്തിലുണ്ടായിരുന്നു? ഒരു വിഷയത്തിലുണ്ടായിട്ടില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 28-ൽ 14 സീറ്റ് ഞങ്ങളാണ് ജയിച്ചത്. 10 സീറ്റാണ് CPM ജയിച്ചത്. കോൺഗ്രസ് വളരെ ദൂരെയാണ്, 3 സീറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ഇവരെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പറയുന്നില്ല അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊന്നും, പക്ഷേ ഇവരെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ പകരം ആര് വേണം എന്ന് ജനങ്ങൾ ആലോചിച്ചപ്പോൾ അവർ കണ്ടത് കഴക്കൂട്ടത്ത് BJP-യെ കണ്ടു. ഈ തരംഗം എന്ന് പറയുന്നുണ്ടല്ലോ, ആ തരംഗമൊന്നും UDF-ന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. LDF വിരുദ്ധ തരംഗം ഉണ്ടായി. ആ തരംഗത്തിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് അത് കിട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ 2ാം സ്ഥാനത്തല്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ 2ാം സ്ഥാനത്ത് സജീവമായിട്ട് ജനങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്ത്, വോട്ടിൽ 2ാം സ്ഥാനമല്ല ഞാൻ പറഞ്ഞത്,
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിൽ 2ാം സ്ഥാനം കിട്ടിയ സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്ത്, ജനങ്ങളുടെ ഇടയിൽ പ്രതിപക്ഷമായിട്ട് നിന്ന സ്ഥലങ്ങളിൽ അവിടെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് നിയമസഭയിൽ വരുമ്പം അതനുസരിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനം. ഈ ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചതെങ്കിൽ ഈ 102 സീറ്റുകളിലേക്ക് UDFനെ അത്ര കണ്ട് വാലോളം ഉയർത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയെങ്കിൽ നിങ്ങൾക്ക് വെറും നിങ്ങൾ കരുതിയതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം ഈ 3 ഇടത്തും മാത്രമാണ് ചുരുങ്ങേണ്ടത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് 102 അല്ല 140 കിട്ടേണ്ടതല്ലേ ഭരണവിരുദ്ധ UDF അനുകൂലമാണെങ്കിൽ. ആസാമിലെ സ്ഥിതി എന്താ? ആസാമിൽ 126 സീറ്റിലുള്ള ആസാം നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി 3ാം തവണ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 74 സീറ്റിൽ നിന്ന് വർദ്ധിപ്പിച്ച് 100 സീറ്റിലേക്ക് എത്തിച്ചു. ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ വികാരം ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 126ൽ 100 സീറ്റ് കിട്ടിയ ആസാമാണോ പോസിറ്റീവ് പ്രോ ഇൻകംബൻസി? ഇവിടെ 140ൽ 102 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ കിട്ടാതിരുന്നതെന്നാൽ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടിയത് അവരുടെ മിടുക്കൊന്നുമല്ല, അവരുടെ മേന്മയല്ല. ഞങ്ങളുടെ 3 സീറ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ പ്രതിപക്ഷമായിട്ട് നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടി. അല്ല, ജനങ്ങൾക്കിടയിൽ പ്രതിപക്ഷമായി നിന്നത് ഈ 3 സ്ഥലത്ത് മാത്രമാണ്. ഈ ചാത്തന്നൂർ നിങ്ങളുടെ കണക്കിൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ചാത്തന്നൂർ കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തായിരുന്നെങ്കിൽ അതേ രീതിയിലൊരു പ്രതിഫലനം മഞ്ചേശ്വരത്ത് ഉണ്ടാകേണ്ടതല്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഞാൻ ഈ 2ാം സ്ഥാനം വോട്ടിൻ്റെ കണക്കിലല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വോട്ടിൻ്റെ കണക്ക് മാറ്റി വെച്ചാലും ഈ മണ്ഡലം അതെ, ഞാനൊരു കാര്യം പറയുമ്പോണ്ടല്ലോ, ആ വാക്കുകൾക്ക് പല അർത്ഥമുണ്ടാവും. ആ അർത്ഥം ശരി, വോട്ടിന്റെ കണക്കെല്ലാം താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ വോട്ടിന്റെ കണക്കിൽ മാത്രമല്ല മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് കണക്കിൽ BJP 10-11 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനമുണ്ട്. പക്ഷേ മണ്ഡലത്തിൽ പ്രതിപക്ഷമായി നിന്നത് കഴക്കൂട്ടത്തും നേമത്തുമാണ്. ചാത്തന്നൂരിലും ആ മണ്ഡലത്തിൽ BJP പ്രതിപക്ഷമായി ആണ്. അതുകൊണ്ടല്ലേ അതല്ലേ തെളിയിക്കുന്നത്. അത് താങ്കൾ ഈ വോട്ടിന്റെ കണക്ക് വെച്ചാണ് പറഞ്ഞത്. അല്ലല്ലോ, കാരണം ക്രമമായിട്ട് അവിടെ വോട്ട് വർദ്ധിക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നേട്ടം കണ്ടില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ പാലക്കാടും മഞ്ചേശ്വരത്തും മറ്റു മണ്ഡലങ്ങൾക്ക് വ്യാപിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് പാർട്ടിയുടെ ഔപചാരികമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള വിലയിരുത്തൽ എന്താണ്, ആ വിലയിരുത്തൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ അത് ഈ 2 മണ്ഡലങ്ങൾക്ക് അപ്പുറം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാകും. സംസ്ഥാനം മുഴുവൻ വിലയിരുത്തുമല്ലോ. വിലയിരുത്തൽ കേവലം തിരഞ്ഞെടുക്കപ്പെട്ട 4 മണ്ഡലങ്ങൾ മാത്രമായിരിക്കില്ല. വലിയ രീതിയിലൊരു ചരിത്ര വിജയത്തിലേക്ക് BJP കേരള നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഈ വിജയത്തിൽ അത്ര കണ്ടൊരു ഒരു സംതൃപ്തി അല്ലെങ്കിൽ അത്രയേറെ പൂർണ്ണത ഈ വിജയത്തിൽ ഉണ്ടായി എന്ന് കരുതുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒന്നുമില്ലാതിൽ നിന്ന് ഞങ്ങൾ 3ലേക്ക് എത്തി. ഞങ്ങൾക്ക് ഒറ്റ സീറ്റും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ 3 കിട്ടിയെന്നത് രാഷ്ട്രീയത്തിൽ എത്ര ആഗ്രഹിച്ചു, എത്ര കിട്ടി എന്നുള്ളതൊക്കെ രണ്ടാമതാണ്. ഈ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എത്രയാണ്, അതിൽ നിന്ന് ഇപ്പോൾ എത്ര എത്തി? 0ൽ നിന്ന് ഞങ്ങൾ 3ലേക്ക് എത്തി. 0ൽ നിന്ന് ഞങ്ങൾ 1ലേക്കല്ല തുടങ്ങുന്നത്. 0ൽ നിന്ന് ഞങ്ങൾ 3ലേക്ക് എത്തുകയാണ്. ആ 3ലെത്തുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ എങ്ങനെ കേരളത്തിൻ്റെ പുതിയ സാഹചര്യം, തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൽ BJP തോറ്റോ ജയിച്ചോ എന്നുള്ളതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി അതൊക്കെയാണ് പഠിക്കുക. തിരുവനന്തപുരത്ത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? പല 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 സൂചനകളുണ്ട്. ആ സൂചനകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് വരും കാലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയും അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുക. അത് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFലേക്ക് ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ? പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. തിരുവല്ല ഉൾപ്പെടെയുള്ള കണക്കുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ? തിരുവല്ല മാത്രമല്ലല്ലോ. ഇപ്പോൾ അരുവിക്കര മണ്ഡലം, അരുവിക്കരയിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശിവകുമാർ ജയിക്കണമായിരുന്നു. അതുണ്ടായില്ല. അപ്പം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആണെങ്കിൽ കെ മുരളീധരൻ ഇത്ര ഇങ്ങനെ കഷ്ടപ്പെട്ട് ജയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരാളാണ്, അദ്ദേഹം അപരിചിതനല്ല. അപ്പോൾ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെയല്ല ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുണ്ടായിട്ടുണ്ടാവും.
ക്രൈസ്തവ മേഖലയിൽ അത്രയേറെ കടന്നു കയറാനായി BJP എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയാതെ പോയത്? ക്രൈസ്തവ മേഖലയിൽ കടന്ന് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റുക? ഷോൺ ജോർജിന് 30,000 വോട്ട് പിന്നെ എങ്ങനെ കിട്ടിയത്? ഷോൺ ജോർജ് പൂർണ്ണമായും അതൊരു BJPയുടെ വോട്ടുകളാണ് നമുക്ക് പറയാൻ പോട്ടെ, തിരുവല്ലയിൽ കിട്ടിയത്. അനൂപ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ഒരൊറ്റ ബ്രഷ് കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരേ രീതിയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ഓരോ നിയോജക മണ്ഡലമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയോജക മണ്ഡലത്തിലെ ഓരോ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി, പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥലത്ത് നമുക്കത് പ്രയോജനപ്പെട്ടു, ചില സ്ഥലത്ത് അത്ര പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ ഇതെല്ലാം പാർട്ടി വിലയിരുത്തിയതിന് ശേഷം പാർട്ടിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിപ്പോയോ, ചില സ്ഥലത്ത് പാർട്ടി ആഗ്രഹിച്ചിട്ടും നടക്കാത്തതാണോ, ചില സ്ഥലത്ത് പാർട്ടി ആഗ്രഹിച്ചു പക്ഷേ എതിരാളികളുടെ ചില വീഴ്ചകൾ കാരണം നമുക്ക് പ്രയോജനമുണ്ടായി, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടാവും. മുസ്ലിം കൺസോളിഡേഷൻ ഇത്തവണ എങ്ങോട്ടാണ് എന്നാണ് BJP വിലയിരുത്തുന്നത്? മുസ്ലിം കൺസോളിഡേഷൻ BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന വശത്തേക്ക്. പൂർണ്ണമായും LDFനോ UDFനോ ഒന്നും പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെ അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ. അവരുടെ തീരുമാനം അവർ തന്നെ, അവരുടെ മുസ്ലിം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പറഞ്ഞത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്ന് അവർ പറഞ്ഞതാണ്. ഞാൻ പറയുന്നില്ല, എൻ്റെ ആരോപണമല്ല, അവർ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ, ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളൊക്കെ തന്നെ അത് ഏതെങ്കിലും രീതിയിൽ ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ BJPയിലേക്ക് ഒരു ഭൂരിപക്ഷ വോട്ടുകളെ ആകർഷിക്കാനായി ഗുണം ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ വിലയിരുത്തിയാലേ അറിയുള്ളൂ. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെയൊക്കെ എന്തൊക്കെയായി. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ മുസ്ലിം വിരുദ്ധ ഇതല്ല നടത്തിയത്, ഞാൻ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ആധിപത്യം ഉണ്ടാക്കുന്നു, എല്ലാ മേഖലകളിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തെറ്റൊന്നുമില്ല, ഞാനതിന് തെറ്റാണെന്നും പറയില്ല. അവർ വളരെ വലുതാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളും ആഗ്രഹിക്കും നാളെ കേരളത്തിൽ ഭരണത്തിലെത്താൻ പറ്റുന്ന പാർട്ടിയും മുന്നണിയൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അവരും ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ മാത്രമല്ല പാർട്ടി പഠിക്കുക, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വിവിധ വിഷയങ്ങളിൽ, അത് പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വരും. അദ്ദേഹം മുസ്ലിം വിരുദ്ധത പറഞ്ഞില്ല, മുസ്ലിം ലീഗിനെതിരെയാണ് പറഞ്ഞെങ്കിൽ കൂടി ഒരർത്ഥത്തിൽ അതൊരു വർഗീയ പ്രസ്താവനകൾ തന്നെയായിരുന്നു. അത് ഏതെങ്കിലും ഘട്ടത്തിൽ BJP അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കെതിരായിട്ട് പറയുന്നത് വർഗീയമാവാൻ പറ്റുമോ? മുസ്ലിം ലീഗ് പറയുന്നത് ഞങ്ങൾ വർഗീയ പാർട്ടിയല്ലെന്നാണ്, അപ്പോൾ എതിരായിട്ട് പറയുന്നതും വർഗീയമല്ല. ലീഗിനെതിരെ പറയുന്നെങ്കിൽ കൂടി ലീഗ് സമുദായം പ്രതിദാനം ചെയ്യുന്ന സമുദായം ഏതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ BJP സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ആശങ്കകൾ അദ്ദേഹം പറഞ്ഞു. ആ ആശങ്കകൾ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ മത സാമുദായിക നേതാക്കന്മാരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പാലാ ബിഷപ്പ് ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ആശങ്കയാണ്. ആ സമുദായത്തിൻ്റെ ആശങ്ക പറയാൻ ആ മതത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല, പിന്നെ ആരാ അത് പറയുക? അതവരുടെ ആശങ്ക പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ആശങ്കകൾ അങ്ങനെയുള്ള നേതാക്കന്മാർ പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് എന്താണ് തിരുത്തൽ ഉണ്ടാകേണ്ടത് എന്ന് ബന്ധപ്പെട്ട ആളുകളാണ് ആലോചിക്കേണ്ടിയിരുന്നത്. പകരം അങ്ങനെ പറയുന്നവരെ അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്. ഈ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം UDFനെ ആക്രമിക്കുകയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനെതിരെ വ്യക്തിപരമായി പോലും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ആ ഘട്ടത്തിൽ ഒരിടത്തു പോലും അദ്ദേഹം ഇടതുമുന്നണിയെ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു, അവാനോളം പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്രയേറെ പരസ്യ പിന്തുണ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയന് വ്യക്തിപരമായി ലഭിച്ചിട്ട് പോലും അതൊന്നും തന്നെ ഇടതുമുന്നണി ഗുണം ചെയ്തില്ല. അപ്പോൾ അത് ശരിക്കും അത് ഏതെങ്കിലും രീതിയിൽ BJPക്ക് അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയോ? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ വേണം പറഞ്ഞതെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇടതു മുന്നണി വീണ്ടും ഭരണത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് BJPക്ക് ഗുണമാവില്ലല്ലോ. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് BJP വളരും, BJPക്ക് വോട്ട് കിട്ടും. അത് BJPക്ക് 3 സീറ്റുകളിലായിട്ടെത്തി. പിന്നെ അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ
നേതാവാണ്, സമുദായ സംഘടനയുടെ നേതാവാണ്, ഒരു പൊതുവായിട്ടുള്ള വിശാലമായിട്ടുള്ള ഹിന്ദു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. അദ്ദേഹം ബി ജെ പിക്കാരനല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പറയണമെന്ന് ഞാൻ പറയേണ്ട ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അദ്ദേഹം പറയുന്നു. അത് ഓരോരുത്തർ അവരവരുടെ രീതിയിൽ സ്വീകരിക്കും. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പിണറായി വിജയൻ മൂന്നാം സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും ആ SNDP വോട്ടുകൾ ഏതെങ്കിലും രീതിയിൽ ഇടതുമുന്നണിക്ക് ഗുണകരമായി എന്ന് താങ്കൾ കരുതുന്നു? അതൊക്കെയാണ് മണ്ഡലം അടിസ്ഥാനത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ചില സ്ഥലത്ത് ജയിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നെ അറിയാം. ഈ തിരുവനന്തപുരം ജില്ല, എനിക്ക് കൂടുതൽ അറിയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഈ താങ്കളുടെ മണ്ഡലത്തിൽ SNDP വോട്ടുകൾ എത്രത്തോളം എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. SNDP വോട്ടുകൾ വന്നിട്ടുണ്ട്, NSS വോട്ടുകൾ വന്നിട്ടുണ്ട്, അതുപോലെ പട്ടികജാതി വിശ്വകർമ്മ വിഭാഗത്തിൻ്റെ വോട്ടുകളും വന്നിട്ടുണ്ട്. ഈ രീതിയിലെ അവസാനം ഒരു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 500 താഴെ ഭൂരിപക്ഷം അവസാനം വരെയും ഒരു മുൻമുനയിൽ, ആകാംക്ഷയുടെ മുൻമുനയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമെന്ന് താങ്കൾ കരുതിയിരുന്നു? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഓരോ ബൂത്തിലും എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് തന്നെയാണ് ഏതാണ്ട് കാര്യങ്ങൾ നീങ്ങിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വോട്ടിൽ ഒരു കുറവുണ്ടായി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് താങ്കൾ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ വോട്ടെന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ 2 തവണയായി ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ഇത്തവണ കുറയുമെന്നാണോ താങ്കൾ പ്രതീക്ഷിച്ചത്? അതോ ആ വോട്ട് BJPയിലേക്ക് ഒരു ഷിഫ്റ്റ് ആയി മാറുമെന്ന് കരുതിയോ? കുറേ ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കൂടുതൽ ഷിഫ്റ്റിംഗ് പ്രതീക്ഷിച്ചു. അല്ല, അതായത് കഴിഞ്ഞ തവണ 1,38,000 വോട്ട് പോൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 40,000 വോട്ട് കിട്ടി. ഈ തവണ 1,29,000 വോട്ട് പോൾ ചെയ്തപ്പോൾ, അതായത് പോൾ ചെയ്ത വോട്ടിൽ 9,000 വോട്ടിൻ്റെ കുറവുണ്ടായപ്പോഴും ഞങ്ങളുടെ വോട്ട് 6,000 കൂടി. ആ വോട്ട് വന്നത് അവിടെ നിന്നൊക്കെ തന്നെയാണല്ലോ. പക്ഷേ UDF എന്ന് വരില്ല വോട്ട്. കാരണം UDFൻ്റെ വോട്ട് 32,000 നിന്ന് 7,000 ആയി. അപ്പോൾ ആ വോട്ട് വന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ NSSൻ്റെ SNDPയുടെ വോട്ടുകൾ വലിയ രീതിയിൽ BJPയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലായിട്ട് മാറിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ഉറപ്പായിട്ടും മാറിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ അവസാന സമയത്തൊക്കെ അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റി നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ തീർച്ചയായും UDFന് അനുകൂലമായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹവും കടന്നാക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു. മാത്രവുമല്ല, ഈ പ്രചാരണത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല വിഷയത്തിലധികം സംസ്ഥാനത്തെ BJP ഘടകത്തെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ് NSS വോട്ടുകൾ സംസ്ഥാനത്ത് BJPക്ക്? ഇതൊക്കെയാണെന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ NSS വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയല്ലല്ലോ എനിക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാത്തതുകൊണ്ടോ താല്പര്യമില്ലാതെയും എനിക്ക് വന്നു, അങ്ങനെ ഒട്ടുമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടുകൂടി തന്നെയാണ് ഈ വോട്ട് വന്നിട്ടുള്ളത്. ഈ സംസ്ഥാനത്തെ സാമുദായിക നേതാക്കന്മാർ പറയുന്നത് പോലെ തന്നെ സംസ്ഥാനം മുഴുവനും പ്രതിഫലനം ഉണ്ടാകുമെന്ന് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതെല്ലാം മണ്ഡലാടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിൽ പരിശോധിക്കണം. മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിനകത്ത് പോലും ഇപ്പോൾ NSS എന്ന് പറഞ്ഞാൽ ആരാ? ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. BJPയുടെ സജീവ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള ആളുകളുണ്ട്. സാമുദായിക സംഘടനകൾ എന്തൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാലും അവരുടെ ആ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വോട്ട് കിട്ടില്ല. ഇപ്പോൾ എനിക്കറിയാം, ഇവിടെ തന്നെ SNDP ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ SNDPയുടെ ചില പ്രധാനപ്പെട്ട ആൾക്കാർ കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളാരും പ്രവർത്തിക്കാൻ പാടില്ല എന്ന്. SNDPക്ക് പറയാൻ പറ്റുക, അല്ലെ NSSന് പറയാൻ പറ്റുക, അവർ പൊതുവായിട്ടുള്ളൊരു സമീപനം എടുക്കുക എന്നല്ലാതെ മുഴുവൻ ആളുകളും ഇന്ന ആൾക്കാരൊക്കെ പോയി വോട്ട് ചെയ്യണമെന്ന് പറയാൻ അങ്ങനെ അവർ പറയാറുമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയത്തിലേക്കുള്ള, കേരള രാഷ്ട്രീയത്തിലെ പലതിൻ്റെയും ദിശാസൂചകമായി നമുക്കിതിനെ വിലയിരുത്താമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് BJPയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലൊരു വളർച്ച ഏതിനുള്ളൊരു സൂചനയായിട്ടാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ 2016 മുൻപുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം, ആ കാലം BJP പ്രതിപക്ഷത്താണെങ്കിലും BJPക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്ന ഒരു കാലമാണ്. പക്ഷേ ആ കാലത്ത് BJP സജീവ പ്രതിപക്ഷമായിട്ട് നിന്നിരുന്നു.
സഭയ്ക്കകത്ത് പോലും എടുക്കേണ്ട നിലപാടുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ സഭയ്ക്ക് പുറത്ത് ശക്തിയായിട്ട് നിൽക്കാൻ BJPക്ക് അന്ന് സാധിച്ചിരുന്നു. ഏതാണ്ട് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. 2011 കാലഘട്ടത്തിന് സമാനമായ രീതി 11 തൊട്ട് 16 വരെയുള്ള കാലഘട്ടം. സമാനമായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം മന്ത്രി പ്രശ്നമാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിപ്പം വായിച്ച ഇതിൽ ലീഗ് വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം, അവരുടെ സ്ഥിരം വകുപ്പ്. സ്ഥിരമല്ല ആരോഗ്യം, അത് പുതിയതാണ്, അത് 5-ാം മന്ത്രിയാണ്. ആരോഗ്യം സ്ഥിരമല്ല. വ്യവസായവും വിദ്യാഭ്യാസവും അവരുടേതായിരുന്നു. ആരോഗ്യം അവർ പുതുതായിട്ട് ആവശ്യപ്പെടാൻ പോകുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ 2 മേഖലകൾ ഏതാ? വിദ്യാഭ്യാസവും ആരോഗ്യമാണ്. ബാക്കിയുള്ള മേഖലക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. വ്യവസായം കേരളത്തിൽ പേരിന് വ്യവസായം ഉണ്ടെന്നേ ഉള്ളൂ. ആ വ്യവസായം കൊണ്ട് വിശേഷ കാര്യമൊന്നുമില്ല. നഷ്ടം വരുത്തുന്ന കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ സ്വന്തക്കാരെ വെക്കാൻ പറ്റും. പക്ഷേ ആരോഗ്യവും വിദ്യാഭ്യാസവും കേരളീയ സമൂഹത്തിൻ്റെ സ്വാധീനിക്കുന്ന മേഖലകളാണ്. കേരളീയ സമൂഹത്തിന് ആവശ്യമുള്ള മേഖലകളാണ് ഏറ്റവും കൂടുതൽ. ആ 2 മേഖലയും ലീഗ് ആവശ്യപ്പെടാൻ പോകുന്നു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ ഞാനൊരു 2011-16 കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, അന്ന് CPM ഇതിനേക്കാൾ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് അന്ന് നിലനിന്നിരുന്നു. ഇനി അവർക്ക് എത്ര കാലം അങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല. CPM പോലുള്ളൊരു പാർട്ടിയെ നിയമസഭയിൽ അംഗബലം നോക്കിയാണോ വിലയിരുത്തുന്നത്? അല്ല, ഞാൻ അതുകൊണ്ട് അംഗബലമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ണൂർ കോട്ട തകർന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൻ്റെ, ഇന്ത്യയിലെ മുഴുവൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മാതൃകയാണ് കണ്ണൂർ എന്നാണ് അവർ പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ്സിൽ അവരവതരിപ്പിച്ച റിപ്പോർട്ടിൽ എത്ര ശതമാനം അംഗങ്ങളുടെ ശതമാനം വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതാണ്. പക്ഷേ ആ അംഗങ്ങളിൽ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഇന്നലെ മിനിയാന്നോറ്റ ഏതോ ചർച്ചയിൽ ഞാൻ കേട്ടത് TK ഗോവിന്ദൻ നോമിനേഷൻ കൊടുക്കാൻ പോയത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിൽ നിന്നാണെന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ആ പാർട്ടിക്ക് ഒപ്പമല്ല എന്നല്ലേ മനസ്സുകൊണ്ട്. അതുകൊണ്ട് കണ്ണൂർ തകർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ CPM നിലനിൽക്കുമോ ഇല്ലയോ, അതോ ബംഗാളിലേക്ക് അവസ്ഥയിലേക്ക് പോകുമോ, ഇത് വരുന്ന കാലങ്ങളിൽ കാണും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തെ ഒരു വലിയ ശൂന്യതയാണ് വരാൻ പോകുന്നത്. ആ ശൂന്യത പക്ഷേ ഞങ്ങൾ നികത്താൻ ശ്രമിക്കും. നിയമസഭയിൽ നോക്കുമ്പോൾ BJP വലിയൊരു പ്രതിപക്ഷ ശബ്ദമായി മാറും. അത് 3 പേരുണ്ടെങ്കിലും 30 പേരുടെ ശബ്ദമായി മാറും. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് സഭയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നിരയിൽ ഒരു ശബ്ദമെന്ന് പറയാൻ പൊതുവെ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇതൊരു പ്രാഥമികമായ വിലയിരുത്തലാണ്. ഇനി നിയമസഭ ചേരുമ്പോൾ മാത്രമേ നമുക്കറിയൂ ആരൊക്കെയാണ് ശബ്ദങ്ങളായി മാറുന്നുവെന്ന്. അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടു ശീലിച്ച ഒരു രീതികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശബ്ദങ്ങളൊന്നും തന്നെയും CPMൻ്റെ ഭാഗത്തുനിന്നോ CPIയുടെ ഭാഗത്തുനിന്നോ നിലവിലില്ല എന്ന് ഇപ്പോൾ പറയാം. എത്ര കണ്ട് നിങ്ങൾക്ക് ആ സ്പേസ് പ്രയോജനപ്പെടുത്താൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ സഭയ്ക്കകത്തില്ലാതെ തന്നെ ഞങ്ങളത് ചെയ്തതാണ് 11-16 കാലഘട്ടം. ഇപ്പം ഞങ്ങൾ സഭയ്ക്കകത്തു കൂടി ഉണ്ടാവും. സഭയ്ക്ക് പുറത്ത് മാത്രമായിരിക്കില്ല, സഭയ്ക്കകത്തും ഉണ്ടാവും. മറ്റൊന്ന്, ഇതിനകത്ത് എല്ലാവരും പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും നിയമസഭയിൽ വരുന്നത് കൊണ്ട് BJP വലിയ രീതിയിലൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. BB ഗോപകുമാർ എന്നെ താരതമ്യേന ചെറുതാക്കുന്നതല്ല, അദ്ദേഹം കരുത്തനായ നേതാവ് തന്നെയാണ്. പക്ഷേ അത് ഒരു ദേശീയ രാഷ്ട്രീയം സംസ്ഥാനത്തെ പാർട്ടിയെ ചലിപ്പിച്ച നേതാക്കന്മാർ എന്ന നിലയിലാണ് നിങ്ങളുടെ 2 പേരുടെയും പേര്. V മുരളീധരനിലേക്കാണ് എല്ലാ കണ്ണുകളും ഒക്കെ വരുന്നത്. ഒരു പ്രതിപക്ഷ ശബ്ദമായി V മുരളീധരൻ മാറുമോ എന്ന രീതിയിൽ ചില ചർച്ചകളൊക്കെ വരുന്നുണ്ടല്ലോ, അത് താങ്കളും ശ്രദ്ധിച്ചു കാണില്ലേ? ഞങ്ങളുടെ 3 പേരുടെ അനുഭവം ഞങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. രാജീവ് ചന്ദ്രശേഖർ 18 വർഷക്കാലം രാജ്യസഭയിലുണ്ടായിരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ 6 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ പാർലമെൻ്ററി കാര്യവകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. പാർലമെൻ്ററി കാര്യ വിദേശകാര്യ വകുപ്പിനും രണ്ടിനും സമാനമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഗോപകുമാർ പഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന തലത്തിൽ താഴെത്തട്ടിലുള്ള അനുഭവം തൊട്ട് കേന്ദ്ര സർക്കാരിനെ പങ്കാളിത്തം വരെയുള്ള അനുഭവം, ഇത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള അനുഭവമുള്ള ഒരു പാർട്ടിയും ഇന്ന് കേരള നിയമസഭയിൽ ഇനിയില്ല. മുൻ കേന്ദ്രമന്ത്രിമാരായിട്ട് എൻ്റെ ധാരണയിൽ കേരള നിയമസഭയിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ ആരും മുൻ കേന്ദ്രമന്ത്രിമാരും ഇപ്പോൾ സഭയിൽ വന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്, കേന്ദ്രമന്ത്രിമാരും ഉണ്ട്. UDF പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെയാണോ CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും?
പ്രതിപക്ഷത്ത് CPM ഇരുന്ന കാലത്തല്ലേ ബാർക്കോഴയിൽ ധാരണയുണ്ടായത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി ഉച്ചയാകുമ്പോൾ അവസാനിപ്പിച്ചത് അടിസ്ഥാനത്തിലെ രണ്ടാമത്തെ ദിവസം? അത് CPM ആയിരുന്നില്ല അന്ന് പ്രതിപക്ഷത്ത്? അന്ന് ഞങ്ങളാണ് ആ സമരം കൊണ്ടുപോയത്. VS അച്യുതാനന്ദനും ഞാനും മാത്രമാണ് ബാർക്കോഴ കേസിൽ അതിനുശേഷം വിജിലൻസ് കോടതിയിൽ പോയ 2 ആളുകൾ. വേറെ CPMൻ്റെ മറ്റൊരു നേതാവും ഇല്ലായിരുന്നു. അതുകൊണ്ട് CPM ഇങ്ങനെ ഒത്തുതീർപ്പിനൊന്നും വഴങ്ങാത്ത പാർട്ടിയാണ് എന്നുള്ള ധാരണയൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. CPM കോൺഗ്രസ് ഭരിക്കുമ്പോൾ CPMഉം ഒത്തുതീർപ്പിന് വഴങ്ങാറുണ്ട്, ഒത്തുതീർപ്പിന് സന്നദ്ധരാവാറുണ്ട്, ശ്രമിക്കാറുണ്ട്. CPM ഭരിക്കുമ്പോൾ മറിച്ചു. ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതല്ല. അതല്ലാതെ ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സഹായിക്കില്ല, അങ്ങനെയല്ല. അവർ ധരിക്കുന്നത് ഇനിയുള്ള കാലത്തോളം കഴിഞ്ഞ 50 കൊല്ലക്കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടാവും എന്നും എന്നുള്ള ധാരണയിലാണ്. ആചന്ദ്രതാരം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം മാറും. ഇടതുപക്ഷ മുന്നണികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയതുപോലെ നടപ്പിലാക്കാൻ പറ്റില്ല. സഭയിൽ ഒരു വേറിട്ട ശബ്ദം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ സഭയിൽ ഈ ഇന്ത്യ മുന്നണിയാണ് എന്ന രീതിയിൽ ഇടതു വലതു മുന്നണികളെ, അതായത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഇന്ത്യ മുന്നണിയാണ് എന്ന രീതിയിൽ കടന്നാക്രമിച്ചായിരിക്കുമോ നിയമസഭയിൽ BJPയുടെ ശബ്ദം ആണെന്ന നിലയിൽ പറയേണ്ട കാര്യമില്ല. അത് പാറശാല കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഉണ്ട്, ഇപ്പോൾ ഇവിടെയുണ്ട്. അത് തന്നെയാണല്ലോ, ഇന്ത്യ മുന്നണി തന്നെയാണല്ലോ. പക്ഷേ അതേസമയം BJP 3 അക്കൗണ്ട്, അതായത് പൂട്ടിയ 3 അക്കൗണ്ടുകളായി തുറന്നത് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള ജനത ഭയപ്പെടണം എന്ന രീതിയിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും CPM ആയാലും അതേ രീതിയിലാണ് കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരൊരു ശബ്ദമാണ്. അതായത് മുസ്ലിം ലീഗ് ഇത്രയും വളരുന്നതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, BJPക്ക് 3 സീറ്റ് കിട്ടിയാൽ ആശങ്കപ്പെടണം എന്ന് പറയുന്ന സമീപനത്തിൻ്റെ ആ വൈരുദ്ധ്യം ഞങ്ങളൊരു ഹിന്ദു സമുദായത്തിൻ്റെ പറ്റി മാത്രമല്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നു. മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയോ അവരുടെ ഇഷ്യൂസ് റേസ് ചെയ്യുകയോ ആ സമുദായത്തെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷേ അതുകൊണ്ട് എങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗ് ഈ തരത്തിൽ ഒരു അപ്രമാദിത്വം വരുന്നതിനെക്കുറിച്ച് തെറ്റില്ല, BJPക്ക് 3 സീറ്റ് കിട്ടിയാൽ അപകടമാണ്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. അപ്പോൾ ഈ ഭയക്കുന്ന ഇടതുപരത മുന്നണികൾ വീണ്ടും BJPക്ക് ഒരു വർഗീയ ചാപ്പ വീണ്ടും അടിച്ചമർത്തി അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച് അങ്ങനെ BJPയുടെ ഈ വിജയത്തെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളിത് ആദ്യമായിട്ടൊന്നും നേരിടുന്നതല്ലല്ലോ, ഞങ്ങളിത് എത്രയോ കാലമായിട്ട് നേരിട്ടുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നേരിട്ട് ഞങ്ങൾ സഭയ്ക്കകത്തേക്ക് വരികയാണ്. സഭയിൽ അകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിച്ച ആൾക്കാരാണ്. ഇവർ മഞ്ചേശ്വരത്ത് ഒരുമിച്ച് ശ്രമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നത്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ആദ്യത്തെ തവണ അത് തന്നെയായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ 3 പേര് സഭയ്ക്കകത്ത് വന്നു. ഇനി സഭയ്ക്കകത്ത് അവർ നേരിടേണ്ടി വരും. അവരൊരുമിച്ച് നിൽക്കട്ടെ, ഞങ്ങളെ നേരിട്ടോട്ടെ. ഈ മഞ്ചേശ്വരത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവർ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് പറയുന്നത് പോലെ പാലക്കാട് നടന്നിട്ടുണ്ടാകുമോ? സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ മുസ്ലിം നേതാക്കന്മാർ, സാമുദായിക നേതാക്കന്മാർ പരസ്യമായിട്ട് ആഹ്വാനം കൊടുക്കുകയായി. ആ രീതിയിൽ ക്രോസ് വോട്ടിംഗ് പാലക്കാട് നടന്നിട്ടുണ്ടായിരുന്നു. പരിശോധിക്കണം. ഈ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷനാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് BJPയെ നയിച്ച നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളം. 3 പേർ വിജയിച്ചു, ചരിത്ര വിജയം നേടുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രവർത്തന മികവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ നല്ല പ്രവർത്തനമാണല്ലോ അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ടാണല്ലോ ഇത് 3 പേര് ജയിച്ചത്. എങ്കിൽ പോലും സംസ്ഥാന അധ്യക്ഷൻ്റെ മാത്രം മികവായി നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ഒരു പാർട്ടിയിലും ഒരാൾ മാത്രം ശ്രമിച്ചിട്ടല്ലല്ലോ ജയിക്കുന്നത്. അപ്പോൾ എന്തായാലും BJPയുടെ നേതാക്കന്മാർ 3 പേർ പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു ശബ്ദമായി, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വേറിട്ട ശബ്ദമായി താങ്കൾ പറഞ്ഞതുപോലെ BJP കേരള നിയമസഭയിലുണ്ടാകട്ടെ. എല്ലാ ഭാവുകങ്ങളും. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.